അതുകൊണ്ടാണ് നൗഷാദെ ഞങ്ങൾ എല്ലാവരും നിന്നെപ്പറ്റി കൊണ്ട് പറയുന്നത്, നിൻ്റെ ആളുകളെപ്പറ്റി പറയുന്നത്, നീ കള്ളനാണ്, കള്ളന്മാരോടൊപ്പമാണ്. നീ ഒരു യഥാർത്ഥ ത്വരീക്കത്തിലോ യഥാർത്ഥ വഴിയിലോ യഥാർത്ഥ മശായിഖന്മാരുടെ പിന്നിലോ അല്ല, കാട്ടുകള്ളന്മാരുടെ ലോകകള്ളന്മാരുടെ പിന്നിലാണ് എന്ന് വൈലത്തൂർ അക്കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. വൈലത്തൂർ തങ്ങൾ പാപ്പ പറഞ്ഞത് വൈലത്തൂർ തങ്ങൾ പാപ്പയുടെ ഒരു കറാമത്ത് തന്നെയാണ്. അത് വൈലത്തൂർ തങ്ങൾ പാപ്പയുടെ കറാമത്താണ്. അന്ന് വൈലത്തൂർ തങ്ങൾ പാപ്പ പറഞ്ഞല്ലോ, അവൻ ഹാഫിദ് കള്ളനാണ്, കള്ളം മാത്രമല്ല കാട്ടുകള്ളനാണ് എന്ന് കൂറ്റമ്പാറ ഉസ്താദ് അടക്കമുള്ള ആളുകൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് വൈലത്തൂർ തങ്ങൾ പാപ്പ പറഞ്ഞിരുന്നു അല്ലേ? എന്താണ് കാരണജ് കാട്ടുകള്ളനാണെന്ന് പറയാൻ കാരണം? ഇപ്പോൾ ഒതുക്കിങ്ങ കൂറ്റമ്പാറ ഉസ്താദ് അവിടുത്തെ ഓക്കെ ഉസ്താദിൻ്റെ ആണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ പരിപാടിയിൽ പ്രസംഗിച്ച പ്രസംഗം കൂറ്റമ്പാറ ഉസ്താദിനെ സംബന്ധിച്ച് മറുസംഘടനയിലുള്ള ആളുകൾക്കും അറിയാം, ഈ സംഘടനയിലുള്ള ആളുകൾക്കും അറിയാം. കൂറ്റമ്പാറ ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഒരു രസികനാണ്. പ്രസംഗത്തിലൊക്കെ ഒരു രസകരമായിക്കൊണ്ട് നീങ്ങി നല്ലൊരു സംഘാടകനാണ്, നല്ലൊരു പ്രവർത്തകനാണ് മഹാനായ കൂറ്റമ്പാറ ഉസ്താദ്. ആ ഉസ്താദ് ആ രസികനായ രൂപത്തിൽ, ആ രസകരമായ രൂപത്തിൽ അത് പറഞ്ഞത് അത് അവിടത്തേതായ ആളുകളുമായി ബന്ധപ്പെട്ട, അത് പുറത്തുള്ള ആളുകളെ കൊച്ചാക്കാനോ അതല്ലെങ്കിൽ മറ്റു സംഘടനയെ കൊച്ചാക്കാനോ അല്ലെങ്കിൽ സമസ്തയെ കുറവാക്കാനോ എന്നൊന്നും അതിൻ്റെ പിന്നിലില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൻ്റെ പിന്നിൽ അങ്ങനെ ഒരു രഹസ്യം ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കൂറ്റമ്പാറ ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലുള്ള ആലിമീങ്ങളെ പരിഹസിക്കലോ അതല്ലെങ്കിൽ സമസ്ത നടത്തുന്ന പരിപാടിയെ പരിഹസിക്കലോ എന്നൊന്നുമല്ല. അത് ആ വിഷയം പറഞ്ഞ കൂട്ടത്തിലൂടെ അങ്ങനെയാണ് പറഞ്ഞു പോന്നു. എന്നിട്ട് അങ്ങനെ എവിടെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും വാക്കുകളിൽ നിന്ന് വല്ലതും ഉണ്ടോ, അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്നത് പോലെ നടക്കേണ്ടി വന്ന ഒരു ഗതികേടുള്ള ഒരു ലോകത്തിലാണല്ലോ നൗഷാദെ ജീവിക്കുന്നത്. ഇതൊന്ന് ചിന്തിച്ചോക്ക്. കുറ്റമ്പാറ ഉസ്താദ് പറഞ്ഞ ആ പ്രസംഗമൊക്കെ എടുത്തിട്ട് അതുപോലെ വല്ലാത്തൊരു കഷ്ടമുണ്ട് ഇത് കേട്ടിട്ട്. അന്നെ സംബന്ധിച്ച് യാ വൈലത്താ എന്താണ് പറയാൻ കഴിയണില്ല. ഇത്തരം തരം താഴ്ന്നല്ല. എന്നിട്ടോ സമസ്തന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കാൻ വേണ്ടിക്കൊണ്ടുള്ള ശ്രമാബം നടത്തുന്നത്. ഇവൻ രണ്ടിനെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുള്ള ശ്രമം നടത്തുന്നത്, എന്നിട്ട് ചോര കുടിക്കാനേ അതിന് വേണ്ടി കൊണ്ടുള്ള ഈച്ചൻ്റെ പരിപാടിയാണല്ലോ. ഈച്ച എന്ന് പറഞ്ഞ ജീവി എന്താണ്? മ്ലേച്ഛമായടുത്ത് മാത്രമേ ഇരിക്കുള്ളൂ. മ്ലേച്ഛമായടുത്ത് മാത്രമേ ഇരിക്കുന്ന ഒരു ജീവിയാണ് ഈച്ച എന്നുള്ളത്. എന്നതുപോലെ നൗഷാദ് ഈച്ചയാണ്. ഓന് നല്ലയിടത്തിരിക്കൂല. അവൻ മ്ലേച്ഛമായത് എവിടെയാണോ അവിടെ മാത്രം നോക്കിയിരിക്കും. ഇങ്ങനത്തെ വിഷയങ്ങൾ കുറ്റമ്പാറ ഉസ്താദ് ഇതല്ലാത്ത ഒരുപാട് പ്രസംഗങ്ങൾ അവിടെ പ്രസംഗിച്ചു, ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. അതൊന്നും ഓനക്ക് ഇതില്ല. ഇതിൽ നിന്ന് ആ മേച്ഛമായ ഇത് ആണ് എങ്കിൽ അത് നോക്കിയെടുക്കുക. അത് നോക്കിയെടുത്തിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, പറയുക. കഥ ഉണ്ടോ നൗഷാദ് എനിക്കൊക്കെ? ഇതൊന്ന് ചിന്തിച്ചോക്കാം. എന്നിട്ട് കൂറ്റമ്പാറ ഉസ്താദിന് സനത് കിട്ടിയിക്കണോ? അതിന് സംശയമുണ്ട്. ഇവൻ അവിടെ ദറജത്തുൽ ഊലായിരുന്നു, ഇത് തേങ്ങാക്കോലായിരുന്നു. ഞങ്ങൾ 10ാം സ്ഥാനമല്ലേ നമുക്കവിടെ. എന്നിട്ട് ദറജത്തുൽ ഊലാറിനും കൊണ്ട് എടുക്കുന്നത്. ഇതൊക്കെ ഇപ്പം ഞങ്ങൾക്ക് അറിയില്ലാതെ കരുതിയത്. ഞങ്ങൾക്ക് അറിയില്ലാതെ കരുതി. ഇജൊന്ന് വിട്ടാ വണ്ടി കൂറ്റമ്പാറ ഉസ്താദിൻ്റെ വിഷയവുമായി കൊണ്ട് പരിഹസിക്കണമെന്ന് കേട്ടു നോക്കി നിങ്ങളവന് നൗഷാദ്. ദാരിമി അയാളെ കുറിച്ച് പറയാൻ പാടില്ല എന്നാണ് അസഹായ കൗല്. കാരണം ബിരുദം വാങ്ങിയിട്ടില്ല അത്ര. എൻ്റെ അസഹായ കൗലിട്ടിൽ നിങ്ങൾ ബിരുദം വാങ്ങിയിട്ടില്ല എത്രയെന്ന്. ബിരുദം കൊടുത്തിട്ടില്ല എന്നുള്ള അജ്ജക്കാരൻ കൊടുത്തിരുന്നത്. ഇതൊന്ന് വിട്ടേങ്ങായി വണ്ടി.
എൻ്റെ അമ്മാനെ കെട്ടിച്ചിനെ മുന്നെന്ത് ചെയ്തിരിക്കണം, മൂപ്പര് ബിരുദം വാങ്ങിയാണ്ട് ദർശനത്തിന് നിർത്തിയിരിക്കണം. എന്നിട്ട് ഇജ്ജായി വർത്താനം പറയണത്. അതിന് മുമ്പ് പോന്നതാന്നാ പറഞ്ഞു. എന്നിട്ട് എന്നോട് ഒരിക്കൽ പറയുന്നുണ്ട് ഈ ഹസനിയല്ല, അയാൾ ദാരിമീന്നാ പറയുന്നത്. ഞാനതിൻ്റെ ബിദറജത്തിലൂല പാസ്സായി പോകുന്നതാണ്. അവൻ്റെ ആ കിബുറോക്കാണിങ്ങൾ ബിദറജത്തിലൂല പാസ്സായി പോകുന്നതാണ്, അഥവാ കുറ്റമ്പാറ ഉസ്താദിൻ്റെ ഒക്കെ മേലെയാണ് ബനേന്ന്. എല്ലാവരെയും മേലെയാണ്, ഞാൻ എല്ലാവരെയും മേലെയാണ്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ നിങ്ങളിപ്പോൾ ബനി പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞ അതേ ലെവല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചു, എന്നിട്ടൊന്നും സുജൂദ് ചെയ്യേണ്ട കാര്യം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ആ മണ്ണുകൊണ്ടാണ് പഠിച്ചേക്കണത്, ഇന്ന തീ കൊണ്ടാണ് പഠിച്ചേക്കണത്, എനിക്കാവില്ല പറഞ്ഞു പോകുന്നില്ലേ? കിബിറ്, അഹങ്കാരം. ഇപ്പം ഇങ്ങനെ ദറജത്തിൽ ഊലയാണ് പാസ്സായി പോകുന്നതാണെന്നൊക്കെ പറഞ്ഞു ഓൻ്റെ അഹങ്കാരം. ജങ്ങ ഇബ്ലീസിനേക്കാളും അപ്പുറത്താണ്. എന്നിട്ട് ഇയാള് ആ രൂപത്തിലുള്ള സനത് പോലും കിട്ടിയിട്ടില്ല എന്നാണ്. അവിടെ ഇരിക്കട്ടെ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതിലൊക്കെ പോയിക്കോ, എന്തിനപ്പോൾ പോകാതിരിക്കണേ? ഇനിയിപ്പോൾ പോകാത്ത സ്ഥലമൊന്നും ബാക്കിയില്ലല്ലോ, പോയിക്കൂട്, എല്ലായിടത്തും കൂടി കയറിക്കോ. പറഞ്ഞു വരുന്നത് ആ കൂറ്റമ്പാറ ഇവിടെ വന്ന് പറയുന്നെന്താ അറിയോ? ഓക്കെ ഉസ്താദിൻ്റെ ആണ്ടിൽ അയാൾ ഇവിടെയുള്ള സയ്യിദ് ജിഫിരി തങ്ങൾ നേതൃത്വം നൽകുന്ന സമസ്തയെ പരിഹസിച്ചുകൊണ്ടാണ് ആണ്ടിൽ പ്രസംഗിക്കുന്നത്. പറയണതൊക്കെ കേട്ടാൽ തോന്നുട്ടോ, പല ഹദീസും ആയത്തും ഒക്കെ പറയാണ്. ഇവനൊക്കെ ഈ പരിപാടിക്ക് വിളിച്ചിന ആൾക്കാരെ ചവിട്ടിക്കൂട്ടി തല്ലേണ്ടത് ഈ ആദ്യ കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു മൂലൊരു തലീക്കെട്ടും കെട്ടിക്കാണ്ട് ഒരു മൈക്കൻ്റെ മുന്നിൽ നിന്നുകാണ്ട് പറയുന്ന വാക്കുകൾ, അതൊക്കെ എന്തെല്ലാം പരിപാടികളുണ്ട്. ഒരു വയലിന് ക്ഷണിച്ച, ഒരു പരിപാടിക്ക് ക്ഷണിച്ച എന്തെല്ലാം കാര്യങ്ങളും ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് പറഞ്ഞു കൊടുക്കാണ്ട്. എന്നിട്ടൊരു പരിപാടിക്ക് ചെന്ന് കഴിഞ്ഞാൽ മറു സംഘടനയിലുള്ള കുറ്റം എന്താണ്, അതല്ലെങ്കിൽ അപ്പുറത്ത് വേറെ ഉള്ളിലുള്ള കുറ്റം എന്താണ്, വേറെ ആരെങ്കിലും എന്തൊക്കെ ഇങ്ങനെ നോക്കി പറഞ്ഞുകൊണ്ട് ഇവരാണോ പിന്നെ മശായിഖന്മാരുടെ നിർദ്ദേശപ്രകാരം നടത്തുന്നത്? ഇവർ ശൈത്താൻ്റെ നിർദ്ദേശപ്രകാരം നടത്തുന്നത്. ഇവർ ശൈത്താന്മാർ ഇബ്ലീസുകളുടെ നിർദ്ദേശപ്രകാരം ഇവർക്ക് നടത്താൻ കഴിയുള്ളൂ. ഇവർ ഈ രൂപത്തിലാണ് ഇവർ പരിപാടികൾ എങ്കിൽ ഒരിക്കലും മശായിഖന്മാരുടെ നിർദ്ദേശപ്രകാരമല്ല, ശൈത്താന്മാരുടെ നിർദ്ദേശപ്രകാരം ഇവരെടുത്തുള്ളൂ. രണ്ട് കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവര് ഭയങ്കര ഐക്യം എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേട്ടില്ല നിങ്ങൾ? ഈ ഭാഗം കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇവൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത്. ഈ സ്ഥലങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവർ ഭയങ്കര ഐക്യം എന്നാണല്ലോ പറയണത്. ഇവർ ഭയങ്കര ഐക്യമാണ് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? തമ്മിലടിപ്പിക്കുക. നൗഷാദേ, അന്നീലും വലിയ വലിയ ആൾക്കാർ തമ്മിലടിപ്പിച്ചിട്ട് അടിച്ചിട്ടില്ല. അത് അടിക്കേണ്ടടുത്തേ അടിക്കുള്ളൂ. അത് അടിക്കേണ്ട സമയത്ത് അടിക്കും ചെയ്യും. അത് അങ്ങോട്ടും ഉണ്ടാവും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. മനസ്സിലായ എനിക്ക്? എൻ്റെ ഒരു ഒത്താശൻ്റെ ഇവിടെ ആവശ്യമില്ല മോനെ. ഇജ് ആ കള്ളന്മാരെ കള്ളത്തൊരീക്കത്തിൻ്റെ കാര്യമായിട്ട് നടന്നു. ഇജ് ഞങ്ങളെ ടൗസറിടാൻ നിൽക്കണ്ട. ഇജ് എൻ്റെ ഇട്ടുകാണ്ട് കുത്തിക്കൊള്ളിച്ച് കീറിയാൽ മതി. മനസ്സിലായ എനിക്ക്? ഭയങ്കര ഐക്യമാണ്. അപ്പോൾ ഈ ഐക്യമൊന്നും ഇവരുടെ സ്വന്തം ആളുകളെ കാണുമ്പോൾ ഓർക്ക് ഓർമ്മ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഓക്കെ ഉസ്താദിൻ്റെ ആണ്ടിനെന്തിനാണ് അപ്പുറത്തെ സമസ്തയെ കുത്തി സംസാരിക്കുന്നത്? ഇവൻ്റെ ഒരു വേദന നോക്കാൻ നിങ്ങൾ. ഓക്കെ ഉസ്താദിൻ്റെ ആണ്ടിനെന്തിനാ മറ്റേ സമസ്തനെ കുത്തുന്നത്? ഭയങ്കര വിഷമത്തിലാട്ടോ ഇപ്പം അങ്ങനെ പറഞ്ഞതിൽ. അപ്പം ഇവരുടെ ആ ഒരു നിലവാരം നമ്മൾ മനസ്സിലാക്കണം. അൽഹംദുലില്ലാ നിലവാരമൊക്കെ നല്ലോണം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഓരോ റാത്തീവിലും ഓരോ പരിപാടിയിലും ആളുകൾ കുറഞ്ഞു വരുന്നുണ്ടല്ലേ നൗഷാദേ? കുറഞ്ഞു വരുന്നുണ്ടല്ലേ? നമുക്ക് വിവരം കിട്ടുന്നുണ്ട്. നിലവാരം മനസ്സിലാകുന്നുണ്ട് ജനങ്ങൾക്ക്. അയാൾ പറയുന്നുണ്ട് നമ്മുടെ സമസ്തയുടെ സമ്മേളനം അതിങ്ങനെ ഇസ്സത്തിൽ ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോവാണ്. അതേ സമയത്ത് ഓൻ്റെ ഇളിയുണ്ടല്ലേ നിങ്ങൾ? അപ്പുറത്തുള്ള സമസ്തയെ ഓല് പോയി കുനിഞ്ഞു നിൽക്കുകയാണ്. അതായത് കാസർഗോട്ട് കുനിയാന്നറിയുന്ന സ്ഥലത്താണല്ലോ സമസ്തൻ്റെ സമ്മേളനം നടക്കുന്നത്. അപ്പം അതിനെ പരിഹസിക്കുകയാണ് ആര്? ഊറ്റൻ പാറ. അതാണ്
നിങ്ങൾ നോക്ക്, ഞാൻ വെറുതെ പറയല്ല. ഒരു ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ നോക്കൂ, ഒരു ഉറൂസിൽ സംസാരിക്കേണ്ടതാണോ ഇത്? എൻ്റെ പോത്തെ, എൻ്റെ മുന്നിലുള്ള ആ മൊയന്താക്ക് ഒരു തീരന്തല്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആ സ്റ്റേജിൽ ഇരിക്കണതിൽ ഇങ്ങനെ ചിരിച്ചിട്ട് കണ്ടിട്ട് കാരണം അതിലും വലിയ ചെറ്റത്തൽ അതൊരു മോശമായ പരിപാടിയാണ്. അതിലും വലിയ ചെറ്റ പരിപാടിയല്ലേ ഇജ്ജ് കാട്ടിക്കൊണ്ട് എടുക്കുന്നത്. ഇജ്ജ് അതിലും വലിയ ചെറ്റ പരിപാടിയല്ലേ കാട്ടിക്കൊണ്ട് എടുക്കുന്നത്. ഇജ്ജൊന്ന് ചിന്തിച്ചു നോക്കാം. അത് കൊടുത്ത് കാട് കുത്തിരിക്കുക, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഇടിച്ചുകൊണ്ട് എടുക്കുക. ഉസുറും പൂളിയും വേണം ചങ്ങായി, ഉസുറും പൂളിയും വേണം. എൻ്റെ ആ മൊയന്താൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ ചങ്ങായി നിന്ന 4 വയലു പറഞ്ഞത് കേൾക്കായിരുന്നു, ദത്താപ്പം ബനി പറയണെന്ന് ചിന്തിക്കണോലുണ്ട് എൻ്റെ കൂട്ടത്തിൽ. ഇജ്ജ് മനസ്സിലാക്കണം, ചിന്തിക്കണോലുണ്ട്. ഈജപ്പം ഈ അടുത്ത കാലത്ത് എവിടെയെങ്കിലും ഒരു ഹദീസോ ആയത്തോ ഓതിയിട്ട് വേണം പറഞ്ഞോ, എൻ്റെ പണി എന്താ ആലിമീങ്ങളെ തിന്നുക, അതല്ലാത്ത പണി എന്താ എനിക്ക്? ഉറൂസിൽ സംസാരിക്കേണ്ടതാണോ ഇതൊക്കെ? അവിടെ എല്ലാവരും വന്നുണ്ടാവും ഉറൂസിൽ. ഓക്കെ ഉസ്താദിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളിൽ തന്നെ ഓക്കെ ഉസ്താദിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളിൽ തന്നെ ചിലപ്പോൾ അവനെ വിളിക്കലും ഉണ്ടാവും കേട്ടോ. ഓക്കെ ഉസ്താദിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരെ ചിലപ്പോൾ അവനെ വിളിക്കുന്ന ആൾക്കാരുണ്ടാവുമേ. പിന്നെ ഒരുപാട് ആളുകൾ പിന്നെ എല്ലാ സമസ്തയിലുള്ളവരുണ്ട്, നമ്മളായിട്ട് ബന്ധപ്പെടുന്നവരുമാണ് അധികവും. കണ്ടില്ലേ ഇവനായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരാണ്. ഇവനായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരാണ്, ഇവന് വിളിക്കലുണ്ട്. അധികം ആൾക്കാരും ഇവനുമായിക്കൊണ്ട് പിന്നെ ബന്ധപ്പെടും. അതാണ് ഇവൻ്റെ നമ്മൾ വ്യക്തിപരമായ ബന്ധങ്ങൾ എല്ലാവരോടും നിലനിർത്തുന്നവരുമാണ്. നോണ പറയാന്നുള്ള വിഷയത്തിൽ ഫസ്റ്റ് കൊടുക്കണമെങ്കിൽ ദറജത്തുൽ-ഊല നമ്മളെ നൗഷാദിന് തന്നെ, യാതൊരു സംശയമല്ല. നോണ പറച്ചില് ഫസ്റ്റ് എനിക്ക് തന്നെടാ. ഒരു ഉറൂസിന് വന്നിട്ട് അപ്പുറത്ത് സമസ്തനെ കുത്തി സംസാരിക്കണമെങ്കിൽ ഇവരുടെ ഒരു നിലവാരം നമ്മളൊന്ന് അളന്ന് നോക്കേണ്ടതാണ്. അതൊന്ന് അളക്കന്നെ വേണം കേട്ടോ, അതൊന്ന് അളക്കന്നെ വേണം. ഏതായാലും കൂറ്റമ്പാറ ഉസ്താദ് പറയട്ടെ. കോളേജുകൾ ഈ സമസ്തയുടെ 100ാം വാർഷികം നടക്കുമ്പോൾ അതിന്റെ ഒരു പ്രചരണാർത്ഥമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കാൻ നമ്മുടെയൊക്കെ സംഘടനയുടെ മെമ്പർഷിപ്പ് നടക്കുന്നു. അതേപോലെ തന്നെ കേരള യാത്ര ഇൻഷാ അള്ളാഹ് അത് ജനുവരി 1-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് അത് തിരുവനന്തപുരത്തേക്ക് തല ഉയർത്തി പോകാനാണ് നമ്മളെ തീരുമാനം. ആ വിവരങ്ങൾ നോക്കിയിട്ടില്ലേ? ഇവിടുന്നൊക്കെ പാടെ പോയി കാസർഗോഡ് പോയിട്ട് കുനിയാനല്ല. പിന്നെ നമ്മളതെന്താണ്, അത് കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ട് അതിന്റെ മട്ടത്തിൽ ഇങ്ങനെയാണ് പോയിട്ട് തിരുവനന്തപുരത്ത് തല ഉയർത്തി നിൽക്കാനാണ് നമ്മൾ സമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ അവിടെ ഉദ്ഘാടനം ചെയ്ത് എവിടെ ചട്ടഞ്ചാലെന്നാണ് നമ്മൾ പ്രഖ്യാപിച്ചത്. ചട്ടപ്രകാരം ചാലിൽ കൂടെ വന്നാൽ എവിടെ എത്തും? തല ഉയർത്തി തിരുവനന്തപുരത്തെത്തും. അല്ലാതെ ഇവിടുന്നൊക്കെ പാടെ ആട്ടിത്തൊളിച്ച് അവിടെ പോയി കുനിയാനല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അള്ളാഹു തആല ഖൈർ തരട്ടെ. കൂറ്റമ്പാറ ഉസ്താദ് പറഞ്ഞ എല്ലാവരും കേട്ടല്ലോ. കൂറ്റമ്പാറ ഉസ്താദ് പറയുന്നത്, കൂറ്റമ്പാറ ഉസ്താദ് മെമ്പർഷിപ്പിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിലൂടെ കേരള യാത്രയുമായി കൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. സമസ്തയുടെ 100ാം വാർഷികവുമായി കൊണ്ടും പറയുന്നുണ്ട്. അപ്പോൾ കുനിയ എന്ന് പറഞ്ഞ സ്ഥലവും അതുപോലെ അതുമായി കൊണ്ട് കൂറ്റമ്പാറ ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഒരു രസികനാണല്ലോ, എല്ലാവർക്കും അറിയാം. അത് മറ്റു സംഘടനയിലുള്ള സമസ്തക്കാർക്കും അറിയാം, AP സമസ്തക്കാർക്കും അറിയാം, ഈക്ക് സമസ്തക്കാർക്കും അറിയാം. കൂറ്റമ്പാറ ഉസ്താദിനെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അറിയാം. കൂറ്റമ്പാറ ഉസ്താദിൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് രസകരമായി കൊണ്ടുപോകുന്നതാണ്. ഒരു രസകരമാണ്. ചില പ്രസംഗം കേട്ടാൽ നമുക്ക് ചിരിക്കാനുണ്ട്. A മുതൽ Z വരെ ചിരിക്കാനായിരിക്കും ഉണ്ടാകുക. ചില പ്രസംഗം കേട്ടാൽ A മുതൽ Z വരെ കരയാനുണ്ടാകുക. ചില പ്രസംഗം കേട്ട A മുതൽ Z വരെ ചിന്തിക്കാനുണ്ടാകുക. അതാ കൂറ്റമ്പാറ ഉസ്താദ്, അതാണ് കൂറ്റമ്പാറ ഉസ്താദ്. ആ കൂറ്റമ്പാറ ഉസ്താദ് രസകരമായിക്കൊണ്ടൊരു വിഷയം പറഞ്ഞ, അതല്ലാതെ അതിനെ പരിഹസിക്കുകയോ അതിനെ തള്ളുകയോ ഒന്നുമല്ല. അത് ഏത് നിലക്കും ആ നിലക്കാണിച്ചാലിപ്പോൾ ഈ വിഭാഗത്തിന് എന്ത് ചെയ്യാം, ആ വിഷയത്തിനെ നല്ല രൂപത്തിലായിട്ടും പറയാനോ, ഞങ്ങൾ കുനിയാൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറയാനോ. ഞങ്ങൾ കുനിയാൻ തന്നെ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം എന്താണ്, ഞങ്ങൾ തവാളു ചെയ്തുകൊണ്ട് താഴ്മ ചെയ്ത് കുനിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളതുപോലെ തന്നെയാണ് പോകുന്നത് എന്നും പറയാലോ. ഇജ് എവിടുന്നാ ചങ്ങായി വരുന്നത്? ഇജ് രണ്ടിനെയും തമ്മിലടുപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് നോക്കിയിട്ട് യാതൊരു കാര്യമല്ല പൊന്നാര നൗഷാദേ. അത് ഞങ്ങൾക്ക് നിന്നെ മനസ്സിലായിട്ടുണ്ട്. ഇനി എത്ര കടന്ന് ചത്തിട്ടും കാര്യമല്ല, അത് ഞാൻ മനസ്സിലാക്കിക്കോ, നല്ലതാണ് എനിക്ക്.